ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ്. ഇന്ന് നമുക്കൊരു ചിക്കൻ സാലഡ് തയ്യാറാക്കിയാലോ. നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സാലഡ് നല്ലതാണ്. ഒരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു സാലഡാണ്. നമുക്കതെങ്ങനെ ചെയ്ത് നോക്കാം. ഒരു നേരത്തേക്ക് വേണ്ടിയിട്ട് ഒരാൾക്ക് നമുക്ക് ഇത്രയും മതിയാവും. നമ്മളൊരു കുക്കുംബറിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. കുറച്ച് ക്യാരറ്റും കുറച്ച് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഒരു സവാളയുടെ 1/4 ഭാഗം ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 3-5 നമുക്ക് പീസ് ബീട്രൂട്ടും എടുത്തിട്ടുണ്ട്. കുറച്ച് മാതളവും എടുത്തിട്ടുണ്ട്. ഒരു 3 സ്പൂൺ മാതളവും എടുത്തിട്ടുണ്ട്. ഒരാൾക്ക് ഒരു നേരത്തേക്ക് ഇത്രയും മതിയാവും. ഈ വെജിറ്റബിളെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. എല്ലാം കൂടെ നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ മാതളം ഇതിൻ്റെ കൂടെ ചേർത്തിട്ടില്ല. ഇതിൻ്റെ കൂട്ടത്തിൽ മാതളവും ചേർത്ത് വയ്ക്കാം. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് മാതളവും ചേർത്ത് നമ്മൾ കുറച്ച് ഉപ്പും ചേർത്തിട്ടുണ്ട്. 1 സ്പൂൺ യോഗർട്ടും കൂടെ ചേർക്കാം. നമുക്കെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. നമുക്ക് കുറച്ച് ചിക്കൻ ഒന്ന് ഉപ്പും കുരുമുളകും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം. ഇതിൽ നമുക്ക് എല്ലൊക്കെ മാറ്റിയിട്ട് ചിക്കൻ പീസ് മാത്രം ഒരു കപ്പ് എടുത്ത് വയ്ക്കാം. നമുക്ക് 1 കപ്പ് ചിക്കൻ പീസ് എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കപ്പാണ് എടുത്തിരിക്കുന്നത്. അതൊന്നും കൂടെ ഒന്ന് നമുക്ക് കുറച്ച് കുരുമുളകും ഉപ്പും ചേർത്ത് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നല്ലപോലെ ഒന്ന് വെള്ളമൊക്കെ വറ്റി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ചിക്കന് ആവശ്യമുള്ള എരിക്ക് വേണ്ടിയിട്ട് കുരുമുളകും ഉപ്പും നമ്മൾ ചേർത്തിട്ടുണ്ട്. നമുക്കിനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന സാലഡിൻ്റെ കൂടെ ചിക്കനും ചേർത്ത് നമുക്കെല്ലാം ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇത് കഴിക്കാൻ തയ്യാറായിട്ടുണ്ട്. നമുക്ക് കഴിക്കാൻ നേരത്ത് നമുക്ക് സ്പൂൺ കൊണ്ട് എല്ലാം ചേർത്ത് കഴിക്കാം. നമ്മുടെ ചിക്കൻ സാലഡ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.